120 ദിവസം കഴിയുമ്പോൾ യാഥാർത്ഥ്യമാകുന്നു അല്ലേ? യാഥാർത്ഥ്യമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഈ പറഞ്ഞ സാമ്പത്തിക വിദഗ്ധന്മാരോട് ചോദിക്കുന്നത്, അന്ന് 15 അല്ല 50 ലക്ഷം രൂപ കൊടുത്ത് ഇവരെ പറഞ്ഞു വിട്ടാൽ ഇവർ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒറ്റപ്പെട്ട് തകർന്നു പോയനെ. ഇവിടെയുള്ള ഭൂമി പലരും ഏറ്റെടുക്കുന്നത് പ്ലാന്റേഷൻ ഭൂമികളാണ്, ഒരിക്കലും അംഗീകാരം കൊടുക്കാൻ പറ്റാത്ത ഭൂമികളാണ്. ആ ഭൂമികളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് പകരം നിങ്ങൾ നോക്കൂ, സ്വപ്നതുല്യമായിട്ടുള്ളൊരു നഗരത്തിലേക്ക്. ഇതൊരു ഔദാര്യമൊന്നുമല്ല, ഇതവരുടെ അവകാശമാണ്. പക്ഷേ അതവർക്ക് കൊടുക്കാൻ ഒരു നഗരം സൃഷ്ടിച്ച് മുന്നനുഭവങ്ങളില്ലാത്തൊരു തലത്തിലേക്ക് നമ്മൾ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ പ്രമുഖനായി, ഞാൻ പേരൊന്നും പറയുന്നില്ല, വളരെ പ്രമുഖനായിട്ടുള്ള 2 പേർ പറയുന്നത് കേട്ടു. അന്ന് പോയതാണ് പോലും കേരളത്തിലെ മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി. ഇവിടെ പറിച്ചു കളഞ്ഞ തേയിലക്കാടുകളുടെ താഴെ പെയ്ത മഴയിൽ ചളിയിൽ കുതിർന്ന മൺതരിയോട് ചോദിച്ചാൽ ഇവിടെ വന്ന മന്ത്രിമാരുടെ പാദത്തിന്റെ കണക്ക് അവർ പറയും. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല, ഇതൊരു ജീവിതമാണ്. ദുരന്തബാധിതരായ മനുഷ്യരെ കൈപിടിച്ച് നിങ്ങൾ നോക്കൂ, അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. 10 വീടുകൾ കൂടുന്നതിൻ്റെ നടുവിൽ മനോഹരമായ പൂന്തോട്ടം, 2 തരത്തിലുള്ള റോഡുകൾ, 4 ചുറ്റും മതിലും കമ്പിവേലിയും ഒക്കെ ഇട്ട് നേരെ റോട്ടിലേക്ക് തുറക്കാവുന്ന വാതിൽ. ഇത്ര മനോഹരമായിട്ടുള്ളൊരു നഗരത്തിൻ്റെ മാതൃക ലോകത്തിലെവിടെയെങ്കിലുമുള്ള ഒരു പുനരധിവാസ പ്രവർത്തനത്തിൽ ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. അതാണ് മലയാളത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ആ സമയത്ത്, ആ ദുരന്ത സമയത്ത് സർക്കാർ എങ്ങനെ ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ചോ, അത് പിന്നീട് നമ്മൾ കാണുന്നത് ആ ജനങ്ങൾ നമ്മുടെ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടൊക്കെ കാണിക്കുന്ന സ്നേഹമാണ്. തൃശ്ശൂർ കലോത്സവ സമയത്തൊക്കെ അവിടുത്തെ അധ്യാപകരും കുട്ടികളൊക്കെ രാജേട്ടനൊക്കെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ കണ്ടതാണല്ലോ. ഒരു വിഭാഗത്തെയും നമ്മൾ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ചേർത്ത് പിടിക്കലിൻ്റെ മാത്രമല്ല, ഒപ്പമുണ്ട് എന്ന് മാത്രമല്ല, മനുഷ്യ മരണം നമുക്ക് തിരിച്ചു കൊടുക്കാനാകുന്നതല്ല, വലിയ നഷ്ടമാണ്. അതല്ലാത്തതെല്ലാം മനുഷ്യസാധ്യമായത് എന്തും തിരിച്ചു കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞു. കടക്കാരുടെ നഷ്ടപരിഹാരം ഏറ്റെടുത്തു. കേന്ദ്ര ഗവൺമെൻറ് കണ്ണിൽ ചോരയില്ലാത്ത വിധം സെക്ഷൻ 13 അവസാനിപ്പിച്ച് കടമെഴുതി തള്ളാനുള്ള കേരളത്തിൻ്റെ അവകാശം നഷ്ടപ്പെടുത്തിയിട്ടും കേരളം അത് ഏറ്റെടുത്തു. ഇങ്ങനെ തുടങ്ങി ഓരോ ഘട്ടത്തിലും അവരോടൊപ്പം നിന്ന് സാധാരണ മനുഷ്യർക്കുള്ള പാക്കേജ് പ്രഖ്യാപിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം. നമ്മളിവിടെ വന്നപ്പോൾ മാർച്ച് 27 നടന്ന ചടങ്ങിൽ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പാവപ്പെട്ട ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരെ പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല ലോകമലയാളം എന്ന്. ചുരമിറങ്ങാതെ തന്നെ ലോകമലയാളം അതിൻ്റെ അന്തസ്സായ സമീപനത്തിലേക്ക് പോയി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോഴും കൂടെ നിൽക്കേണ്ട ആളുകൾ മറുഭാഗത്ത് നിന്നിട്ട് ആക്രമിക്കുമ്പോൾ, ഇല്ലാത്ത കഥകൾ പറയുമ്പോൾ, ശൂന്യതയിൽ വീടുകൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ എപ്പോഴെങ്കിലും മിനിസ്റ്റർക്ക് തോന്നിയിരുന്നോ ഇതെന്താണ് ഈ മനുഷ്യർ ഇങ്ങനെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ എന്ന് തോന്നിയിരുന്നു ഏതെങ്കിലും ഘട്ടം? പല തോന്നലുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിലൊന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നമ്മളിവിടെ ചെയ്തിരുന്നത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഓരോ ഘട്ടത്തിലും എത്രയെത്ര അപവാദങ്ങൾ, എത്രയെത്ര കഥകൾ. പറയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചോദിക്കുന്നത് കേട്ടു, സർക്കാർ പണിത വീട് എവിടെയെന്ന്. കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾക്കറിയുന്നത് കല്ലിടാൻ മാത്രമല്ല, കല്ലിട്ടാൽ കല്ലോട് ചേർത്ത് കല്ല് വയ്ക്കാനും അതൊരു വീടാക്കാനും അത് പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ താക്കോലെടുത്തു കൊടുത്ത് ഇതാണ് നിന്റെ സുരക്ഷിതമായ വീടെന്ന് പറയാനും നമുക്കറിയാം എന്നുള്ളത് തെളിയിക്കുകയാണ്. 7 സെൻറ്റ് വീട്ടിൽ ഉയരുന്നൊരു കേവലം വീടല്ല അത്. അതിന് വലിയ കഥയുണ്ട്. കണ്ണീരിൻ്റെയും വേർപ്പിൻ്റെയും കഥ മാത്രമല്ല, 7 കൊല്ലം മുതൽ 20 കൊല്ലം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോടെ ലോകത്താരെങ്കിലും ഒരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയാണ്, അത് ഔദാര്യമല്ല. ഈ നഗരത്തിൽ വീടുകൾ മാത്രമല്ലല്ലോ, ഇവിടെ കളിക്കളം ഉണ്ടാകുന്നു, ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാകുന്നു, വായനശാല ഉണ്ടാകുന്നു, അംഗനവാടി ഉണ്ടാകുന്നു, ആരോഗ്യ കേന്ദ്രം ഉണ്ടാകുന്നു. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഒരു നഗരത്തിന് മുമ്പിൽ എന്തെല്ലാമാണോ ഉണ്ടാകേണ്ടത് അതെല്ലാം ഒരുക്കിയെടുത്ത് കൊടുത്ത് നമുക്ക് ഒരു നഗര സംവിധാനത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. 178 വീടുകൾ ഇന്ന് സമർപ്പിക്കുന്നു. മറ്റു വീടുകളുടെ നിർമ്മാണ കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതി കൂടി ഒന്ന്. അല്ല, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ 350-ലേറെ വീടുകൾക്ക് വാരം കോരി അടിത്തറ പാകി അത് ഉയർത്തി കൊണ്ടുവന്ന് ഞാൻ ഉറപ്പിച്ച് കൈരളിയിൽ ഒരു കാര്യം പറയാം,
ഞങ്ങൾ പറഞ്ഞതൊന്നും പിൻവലിച്ച് ഓടിപ്പോകേണ്ട ഗതികേടുണ്ടായിരുന്നവരല്ല എന്നുള്ള ധൈര്യത്തിൽ ഈ കാലവർഷം എത്തുന്നതിന് മുമ്പ്, ഈ കാലവർഷം കൽപ്പറ്റയിലും കേരളത്തിലും എത്തുന്നതിന് മുമ്പ് ദുരന്തബാധിതരുടെ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ നഗരത്തിലേക്ക് താമസിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതെ, ഒരു ഇങ്ങനത്തെ 35 ക്ലസ്റ്ററാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒരു ക്ലസ്റ്ററാണ് ഈ ചുറ്റും നിൽക്കുന്ന 10-12 വീടുകൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പ്രദേശം. അതിൻ്റെ നടുവിൽ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം, അവർക്ക് ഇരിക്കാനും വർത്തമാനം പറയാനും, 2 വഴിയിലും മനോഹരമായിട്ടുള്ള റോഡ്. അതായത് വീട്ടിൽ നിന്ന് ഗേറ്റ് തുറന്ന് കാലെടുത്ത് വെക്കുന്നത് റോട്ടിലേക്കാണ്. ഇനി റോഡ് അന്വേഷിക്കണ്ട. മാത്രമല്ല, ഇന്ന് കൊടുക്കുന്നത് വീടുകൾ മാത്രമല്ല, ഈ വീടുകളുടെ പ്രമാണം, ഈ ഭൂമി ഇനി ആരുടെയാണെന്ന ചോദ്യത്തിൽ പിന്നെ ഇതിൽ ഒരു സംശയമില്ല. ഇനി സ്കെച്ച് അന്വേഷിച്ച് പോകണ്ട, ഈ ഭൂമി തരം മാറ്റാൻ നടക്കണ്ട, ഈ ഭൂമിയുടെ ആധികാരിക രേഖ പരിശോധിക്കണ്ട. അവർക്കുള്ള പട്ടയം ഇന്ന് കൊടുക്കും, അവരുടെ താക്കോൽ ഇന്ന് കൊടുക്കും, റേഷൻ കാർഡ് ഇന്ന് കൊടുക്കും, അവരുടെ ID കാർഡ് ഇന്ന് കൊടുക്കും. ഒരു വീട്ടിലേക്ക് പുതിയതായി പറിച്ച് നടപ്പെടുമ്പോൾ അവർ പുതിയതായിട്ടുണ്ടാക്കുന്നതെല്ലാം നമ്മളൊരു വീട് സ്വന്തമായിട്ട് എങ്ങനെ പണിയുന്നുവോ അതേ രീതിയിൽ തന്നെ അല്ല. നമ്മളൊരു സ്വന്തമായി വീട് പണിതാൽ ഇതെല്ലാം ഉണ്ടാക്കാൻ നമ്മൾ നടക്കണം. ഇതൊന്നും അവർ നടക്കണ്ട. ഇവർക്കെല്ലാം വേണ്ടി അവരുടെ ഉചിതമായ സർക്കാർ അതെല്ലാം തീർത്തു വെച്ചിട്ടാണ് ഒരു വീട് കൈമാറുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ മനുവിനും കുട്ടനും രാവിലെ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നൊരു അനുഭൂതിയില്ലേ? കോടമഞ്ഞ് വീഴുന്ന വയനാടിന്റെ അക്ഷരാർത്ഥത്തിലുള്ള മനോഹാരിത ഒരു ടൂറിസ്റ്റ് സ്പോട്ടിന് പോലും കിട്ടാൻ പറ്റാത്ത ഒരു സംവിധാനമാണിത്. ഇവരൊറ്റപ്പെട്ട് എവിടെയെങ്കിലും വീടെടുത്ത് പോയിരുന്നെങ്കിൽ ജീവിതത്തിൽ ചിതറിപ്പോയെന്നെ, ഒറ്റപ്പെട്ടു പോയെന്നെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞ കാര്യമുണ്ട്. അതായത് അന്ന് സർക്കാരിന്റെ കയ്യിൽ നിന്ന് വീട് വേണ്ട, പണം മതി എന്ന് പറഞ്ഞ് വാങ്ങിപ്പോയ കുറെ ആളുകൾ തിരികെ വരികയാണ്. വലിയൊരളവിൽ തിരികെ വരികയാണ്. അവരുടെ പ്രശ്നം എങ്ങനെ അഭിസംബോധന ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ചിലതൊക്കെ വളരെ ശരിയായ വിധത്തിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ആ കളക്ട്രേറ്റിനുള്ളിൽ കഴിഞ്ഞ മാസത്തെ യോഗത്തിന് വന്നപ്പോൾ ഒരു വീട്ടുകാർ പൊട്ടിക്കരഞ്ഞ് തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ അവരുമായിട്ടൊരു പൊക്കിൾ കൂടി ബന്ധമില്ല, പക്ഷെ അവർക്ക് ഈ ഗവൺമെൻറ്റുമായി ഒരു പൊക്കിൾ കൂടി ബന്ധമുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു, ഞങ്ങളിങ്ങനെ മേടിച്ചു പോയി. പക്ഷെ അവർ പറയുന്നുണ്ട്, അക്കൗണ്ടിൽ പണം അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ, എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി നോക്കിയിട്ട് ഒരു പൂട പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ ഇനി ഒറ്റപ്പെടുത്തരുത്, ഞങ്ങൾ തിരിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ 15 ലക്ഷം അങ്ങ് പ്രഖ്യാപിച്ചത്? അതും പ്രഖ്യാപിച്ചത് ഈ ഭൂമി ഏറ്റെടുത്ത് ജനുവരി 7-ാം തീയതി ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനം ഇറക്കി കോടതിയുടെ അനുവാദത്തോടുകൂടി ഏറ്റുവാങ്ങിയതിനു ശേഷം ജനുവരി 15-നാണ് ഞങ്ങളത് പ്രഖ്യാപിച്ചത്. കാരണം ഈ ഭൂമി കിട്ടി എന്നുറപ്പിക്കാതെ അത് പ്രഖ്യാപിച്ചാൽ ആളുകളെ പ്രയാസത്തിലാക്കും. ഈ ഭൂമി കിട്ടി എന്നുറപ്പിച്ച് ഇനി ഇവിടെ വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അത്ഭുതമായിരിക്കും. ഉണ്ടെങ്കിൽ അത് എന്ന വിധത്തിലാണ് പ്രഖ്യാപിച്ചത്.